അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ, അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റ് പോലും അലർന്നു പോകുന്ന ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാമിന്റെ 126 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പതിവ് പോലെ വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങളും ഗാനങ്ങളിലൂടെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ നാം ഇന്ന് രാത്രിയിലും കേൾക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹം പാടി ആശ്വസിക്കുന്ന അനേക ഗാനങ്ങൾ രചിച്ച കർത്താവിന്റെ ദാസൻ എവഞ്ചലിസ്റ്റ് E.I. ജേക്കബ് അവരുടെ ജീവിതത്തിലൂടെ ഒരു ചെറിയ ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ഇന്ന് രാത്രിയിൽ. കൂടാതെ അദ്ദേഹം എഴുതിയ ചില ഗാനങ്ങൾ ഇന്ന് രാത്രി നാം കേൾക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് ഇന്ന് രാത്രിയിൽ ആ ഗാനങ്ങളിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുമാറാകട്ടെ. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ E.I. ജേക്കബ് അവറുകളുടെ ചില ജീവിതാനുഭവങ്ങളിലൂടെയും അദ്ദേഹം രചിച്ച അനുഗ്രഹീതമായ ചില ഗാനങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോവുകയാണ്. കർത്താവിന്റെ ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും അതിലൂടെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളും ഒക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ അതിലൂടെ ഞങ്ങളും ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, അവരുടെ തലമുറകളൊക്കെ ഇന്നുണ്ട് പല സ്ഥലങ്ങളിൽ. അതിൻ്റെ നന്മ അവരനുഭവിക്കുന്നു. ഞങ്ങൾ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ആ ഗാനങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നതിനായിട്ട് സ്തോത്രം. രാത്രി തലവണക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ചെയ്യുവാൻ സ്വർഗം പ്രസാദിക്കണം. ഇന്ന് രാത്രി കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. ശബ്ദവും വെളിച്ചവും ഞങ്ങൾക്ക് അനുകൂലമാകണം. ഇന്റർനെറ്റ് ഞങ്ങൾക്ക് അനുകൂലമാകണം. അനേകർ വന്ന് പങ്കെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ E.I. ജേക്കബ് അവരുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി അദ്ദേഹം എഴുതിയ ചില ഗാനങ്ങൾ നാം കേൾക്കാനായിട്ട് പോവുകയാണ്. കഴിയുമെങ്കിൽ 7-8 ഗാനങ്ങൾ നമുക്കിന്ന് കേൾക്കാനായിട്ട് കഴിയും. ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ ജെയിംസ് കൊടുന്തറ അവറുകളും പ്രിയമകൾ അക്സാറ്റി സന്തോഷുമാണ്. അവരെ വലിയവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുഗ്രേച്ചാന്, പ്രിയ റോയിച്ചാന്, അങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാം കടന്നു വരുന്ന ഓരോ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏതാണ്ട് 1894 മെയ് 19 പരൂരിൽ ആണ് കർത്താവിന്റെ ദാസൻ ജേക്കബ് സഹോദരൻ ജനിച്ചത്. യാക്കോബായ സഭയിൽപ്പെട്ട ഒരു ഈരാളിയിലെ പ്രശസ്ത കുടുംബത്തിൽ ഐപ്പ ആശാന്റെ ഏക മകനായിട്ട് അദ്ദേഹം ജനിച്ചു. പിതാവ് പള്ളിയിൽ വയലിൻ വായിക്കുന്ന, വീണ വായിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആശാൻ എന്ന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെയാണ് ജേക്കബ് സഹോദരൻ പഠിക്കുവാനായിട്ട് ഇടയായത്. അതിനുശേഷം വൈകാതെ പരൂർ സെഷൻ കോടതിയിൽ ഒരു ബെഞ്ച് ക്ലർക്കായി അദ്ദേഹത്തിന് ജോലി കിട്ടി. സാമ്പത്തികമായി ഒരു നല്ല നിലയിൽ അല്ലാതിരുന്ന ഈ കുടുംബത്തിന് ഈ ജോലി ഒരു വലിയ ആശ്വാസമായ കാലഘട്ടമായിരുന്നു. വർഷങ്ങളോളം ആ ജോലിയിൽ അദ്ദേഹം തുടർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു രീതിയായിരുന്നു. അതുപോലെ അദ്ദേഹവും ചെറിയ കാലഘട്ടത്തിൽ തന്നെ വിവാഹിതനായി
കരൂർ വീട്ടിൽ കൂരൻ വീട്ടിൽ സിസ്റ്റർ സാറാമ്മ എന്ന സഹോദരിയെ തന്റെ ജീവിത സഖിയായി സ്വീകരിക്കുവാനിടയായി. കുട്ടിക്കാലത്ത് തന്നെ ദൈവത്തെ അറിയാനുള്ളൊരു ഭാഗ്യ അവസ്ഥ അദ്ദേഹത്തിന് ലഭിക്കുവാനിടയായി. അന്ന് മിഷണറിമാർ താമസിക്കുന്ന സ്ഥലത്തിനടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. മലയാളം പഠിക്കുന്നതിനായിട്ട് മിഷണറിമാർ അദ്ദേഹത്തിന്റെ സഹായത്തിനായി അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും അദ്ദേഹം പഠിപ്പിക്കുകയും അതിലൂടെ ദൈവവചനം കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരുമായുള്ള ഒരു നിരന്തര സമ്പർക്കത്തിന് അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുവാൻ ഇടയായിത്തീർന്നു. ശരിയായതിനെ, സത്യമായതിനെ, ശാശ്വതമായതിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനെന്തു കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് ശരിയായതിനെ സ്വീകരിക്കുക, സത്യമായതിനെ അംഗീകരിക്കുക. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു ലളിത ജീവിതവും സൗമ്യത സ്വഭാവവും സ്നേഹനിർഭരമായ സ്വഭാവവും ഒരു കുലീനമായ മുഖഭാവവും അദ്ദേഹം അന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. അതുതന്നെയാണ് ഇന്നും അദ്ദേഹത്തെ അറിയാവുന്ന വിശ്വാസ ഹൃദയങ്ങളിൽ ഇന്നും ഉള്ള ഒരു സ്വഭാവം. യാക്കോബ സഭയിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. പള്ളിയിലെ ഗായക സംഘമൊക്കെ നയിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ മകന്റെ ഒരു ആത്മീയ ജീവിതം സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു 5ാമത്തെ സുവിശേഷം എന്ന് പറയുന്ന നിലയിൽ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ തന്റെ മാതാപിതാക്കളെ പള്ളിയിൽ നിന്ന് വേർപെടുത്തി സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടയായിത്തീർന്നു. അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും തന്റെ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമമില്ലാതെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അനേകരുടെ സാക്ഷ്യം വഹിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. പരൂരിലെ സഹോദരൻ പയ്യമ്പിള്ളി ഇട്ടിയച്ചൻ സുവിശേഷ പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ സഹായിച്ചു. ഇരുവരും അനേക സ്ഥലങ്ങളിൽ പോയി തുറസായ സ്ഥലങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ശ്രുതി മധുരമായ ശബ്ദവും ദൈവവചനത്തിന്റെ ആഴമായ അറിവും അനേകർ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിന് കടന്നു വന്നു. ആ കാലഘട്ടത്തിൽ വാഹനങ്ങളോ ഭക്ഷണശാലകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദൂരം നടന്നും വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെ പോയി. എങ്കിലും പോകുന്ന സ്ഥലത്ത് ചില ചെറിയ കുടിലുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പ്രവേശിച്ച് അവർ നൽകുന്ന ഭക്ഷണമൊക്കെ സ്വീകരിച്ച്, പ്രധാനമായിട്ടും കഞ്ഞിയും കപ്പയും ഒക്കെ സ്വീകരിച്ച് കഴിച്ചാണ് അവരുടെ പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോയത്. ആ കാലഘട്ടത്തിൽ സുവിശേഷകനായ ഫ്രെഡറിക് നമ്പി എന്ന് പറയുന്ന സായിപ്പൊക്കെ നടത്തിയ യോഗത്തിൽ സ്നാനത്തെക്കുറിച്ച് കേൾക്കുകയും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് പെട്ടെന്ന് തന്നെ സ്നാനം സ്വീകരിക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെടുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ സാധാരണയായി ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ, അതായത് മാർക്കറ്റ് ജംഗ്ഷനുകള്, അതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകള്, പെരുന്നാൾ സ്ഥലങ്ങൾ, പള്ളി പെരുന്നാളുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കർത്താവിന്റെ ദാസൻ ചെന്ന് പ്രസംഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. E.I. ജേക്കബ്, ബ്രദർ KJ തോമസ് തുടങ്ങിയ അനേകര് അങ്കമാലിയിലെയും കിഴക്കൻ അസംബ്ലിയിലെയും സഹോദരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വേലയിൽ അന്ന് കൂടെ ഉണ്ടായിരുന്നു. EP വർഗീസ്, CT മത്തായി തുടങ്ങിയ അനേകർ അദ്ദേഹത്തിനോട് ചേർന്ന് പ്രവർത്തിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ആലുവ മണൽപ്പുറത്ത് ശിവരാത്രി ദിനങ്ങളിൽ അവിടെ വലിയ ഉത്സവം നടക്കുമ്പോൾ അദ്ദേഹവും തന്റെ സുഹൃത്തുക്കളും ചെന്ന് ആ ശിവരാത്രി മണപ്പുറത്ത് ചെന്ന് പ്രസംഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുവാൻ ഒരു ബോട്ട് കടന്നു വരുമായിരുന്നു. ആ ബോട്ടിൽ ഭക്ഷണം കൊടുക്കും. അത് കഴിച്ച് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവിടെ കർത്താവിന്റെ വേലയിൽ അദ്ദേഹം തുടർന്നു. ആ കാലഘട്ടത്തിൽ മുക്തിമാർഗം എന്നൊരു ട്രാക്ട് അദ്ദേഹം എഴുതിയുണ്ടായത്. അത് അനേക ആളുകളുടെ ജീവിതത്തിൽ അത് വളരെ പ്രവർത്തിച്ച ഒരു ലഘുലേഖയായി ഇന്നും അത് നിലനിൽക്കും. ഔദ്യോഗിക ജോലിയോട് ചേർന്ന് തന്നെ അദ്ദേഹം സുവിശേഷ വേലയും തുടർന്ന് മുമ്പോട്ട് പോയി. പ്രധാനമായിട്ടും ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, വാളകം, തൃപ്പൂണിത്തുറ, എറണാകുളം, ഇടപ്പള്ളി പ്രദേശങ്ങളിലെല്ലാം മറ്റ് സഹോദരന്മാരോട് നടന്നും സഞ്ചരിച്ചുമൊക്കെ കർത്താവിന്റെ വേല അദ്ദേഹം ചെയ്തു. ആ കാലഘട്ടത്തിൽ സഹോദരങ്ങളായ ലോലപ്പൻ ഉപദേശി, അതുപോലെ EP വർഗീസ്, കിടങ്ങൂർ ഔസേഫ് എന്നിവരോട് ചേർന്ന് പല ഇടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയത് വളരെ ത്യാഗപൂർണമായ അനുഭവങ്ങളായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അതിൽ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്മാറുവാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരൊരുമിച്ച് ഏത് സമയത്തും കർത്താവിന്റെ വേലയിൽ തുടർന്നു. 1924 കർത്താവിന്റെ ദാസന് കൊച്ചിയിലെ യൂറോപ്യൻ കമ്പനിയായ വോൾക്കാട്ട് ബ്രദേഴ്സിൽ ഒരു ക്ലർക്കായിട്ട് അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. അങ്ങനെ അദ്ദേഹം കൊച്ചിയിലേക്ക് താമസം മാറി. തുടക്കത്തിൽ കൊച്ചിയിലും പരൂരിലുമാണ് കൊച്ചിയിൽ ജോലിയും പരൂരിലുമാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം കൊച്ചിയിലേക്കുള്ള വരവ് അദ്ദേഹത്തിന് വളരെ ഒരു സന്തോഷകരമായ അനുഭവമായിരുന്നു. അവിടെ കൊച്ചിയിൽ വന്ന സമയത്ത് മുൻകൈ എടുത്ത് വാങ്ങിയ എബനേസർ എന്ന ഒരു കെട്ടിടം അന്ന് ആരാധന യോഗങ്ങൾക്കായിട്ട് ചെലവഴിച്ചിരുന്നു.
എല്ലാ കാര്യങ്ങളിലും അവിടെ ഒരു കൂട്ടായ്മ, ഒരു കൂടിവരവ് ആരംഭിച്ചപ്പോൾ സഭയുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ദൈവിക കൃപയുടെ സന്ദേശം അവിടെ വിളിച്ചു പറയുകയും അനേകരോട് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ അദ്ദേഹം ഒരു ദൈവദാസനാണെന്നും ഇതാണ് സുവിശേഷമെന്നും അതിലൂടെ അറിയുവാൻ ഇടയായിത്തീർന്നു. അന്ന് വന്ന പല പ്രിയപ്പെട്ടവരും പെട്ടെന്ന് തന്നെ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടവരൊക്കെ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് കടന്നുപോയത് തന്നെ അദ്ദേഹത്തിന് വലിയൊരു സന്തോഷകരമായി. അങ്ങനെ പല മേഖലകളിൽ ഉണ്ടായിരുന്ന ആളുകൾ, ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഉന്നതമായ ജോലിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ സുവിശേഷം കേട്ട് കടന്നു വരുവാനിടയായി. കൊച്ചി അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വലിയതായിരുന്നു. അത് വളരെ വിശ്വസ്തമായി ചെയ്യുക തന്നെ ചെയ്തു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാ വിശ്വാസികളുടെ ഭവനങ്ങളിൽ അദ്ദേഹം കടന്നു പോവുകയും അവരുടെ വിഷയങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ജോലി ഉള്ളത് കൊണ്ട് കൊച്ചിയിൽ അദ്ദേഹം തനിച്ചായിരുന്നു താമസം. തന്റെ കുടുംബമൊക്കെ പരൂരായിരുന്നു. എന്നാൽ താമസിയാതെ തന്റെ കുടുംബത്തെയും കൊച്ചിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അനേക ഓപ്പണർ മീറ്റിങ്ങുകൾ കൊച്ചിയിൽ അദ്ദേഹം നടത്തുമായിരുന്നു. അത്തരം ഒരു അവസരത്തിൽ ചില വ്യക്തികൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അവരോട് യാതൊന്നും മറുപടി പറയാതെ വളരെ പ്രാർത്ഥനയോടെ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് കടന്നു പോകും. ആ സന്തോഷത്തോടെ പോകുമ്പോൾ അത് ഒരു വലിയ സാക്ഷ്യമായിട്ടന്ന് തീർന്നു. വൈപ്പിൻ, ഞാറക്കൽ, വല്ലാർപാടം തുടങ്ങിയ സ്ഥലത്ത് അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിങ്ങിനായിട്ട്, പബ്ലിക് പ്രസംഗങ്ങൾക്കായിട്ട് അനേക സമയം കടന്നു പോകും. ഒരു ഞായറാഴ്ച പച്ചാളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം കർത്താവിന്റെ വേലയുമായിട്ട് കടന്നുപോയി. ഒരു കൂട്ടം ജനം അദ്ദേഹത്തിനെതിരായി വലിയ മുദ്രാവാക്യം മുഴക്കി അന്ന് അവിടെ കടന്നു വന്നു. അവർ ബഹളം വയ്ക്കുകയും ആ പ്രസംഗത്തെ എതിർക്കുകയും ചെയ്തു. എന്നാൽ തക്ക സമയത്ത് ദൈവം 2 പോലീസുകാരെ അവിടെ ഒരുക്കി ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് അദ്ദേഹവും അവിടുന്ന് മടങ്ങുവാനിടയായി. മാത്രമല്ല ചില കൺവെൻഷനുകളൊക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുമായിരുന്നു. പിന്നീട് മുമ്പോട്ട് പോയപ്പോൾ 1943 തന്റെ ജോലി രാജിവെച്ച് പൂർണ്ണസമയം കർത്താവിന്റെ വേലയ്ക്കായിട്ട് അദ്ദേഹം വേർതിരിഞ്ഞു. ആ കാലഘട്ടത്തിൽ അനേക ഗാനങ്ങൾ അദ്ദേഹം എഴുതുകയും വയലിലൂടെ അത് വായിക്കുകയും അനേകർക്ക് അത് അനുഗ്രഹമാകുകയും ചെയ്തു. ആ ഗാനങ്ങളൊക്കെയാണ്, ഏകദേശം ചില ഗാനങ്ങളാണ് ഇന്ന് രാത്രി നാം കേൾക്കാൻ പോകുന്നത്. പരൂരിലെ ജന്മനാട്ടിലെ കർത്താവിന്റെ വേലയിൽ അദ്ദേഹം വളരെ പൂർണ്ണമായിട്ട് ശക്തമായിട്ട് ഏർപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ നല്ല മഴയുള്ളൊരു കാലഘട്ടമായിരുന്നു. കനത്ത മഴയും വളരെ തണുപ്പും കൂടിയ ഒരു കാലഘട്ടം. ആവശ്യത്തിന് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ കമ്പിളിയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ഹെർണിയയുടെ ഒരു അസുഖം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. ജലദോഷവും പനിയും അന്ന് അദ്ദേഹത്തിന് പ്രവേശിച്ചു. അതുകൊണ്ട് പ്രവർത്തനത്തിന് പോകാൻ കഴിയാതെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വാഹനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ അന്നുണ്ടായിരുന്നില്ല. എന്നാൽ പരൂരുണ്ടായിരുന്ന സഹോദരങ്ങൾ അദ്ദേഹത്തെ ചികിത്സയ്ക്കായിട്ട് ബോട്ടിൽ എറണാകുളത്തേക്ക് എത്തിച്ചു. ചെറിയ സർജറി അടിയന്തരമായിട്ട് ഹെർണിയോടുള്ള ബന്ധത്തിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിൽ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് ചുറ്റും കൂടി നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്നാൽ കർത്താവ് ആ യാത്രയിൽ അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ഒരു വാഹനം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി. ആ യാത്ര പറഞ്ഞ് അദ്ദേഹം കടന്നു പോകുമ്പോൾ കർത്താവ് ഒരുക്കിയ വാഹനത്തിൽ 1944 ജൂൺ 2 കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവിന്റെ ദാസൻ ചേർക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ സമയമായി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിച്ച് കർത്താവിനോടുകൂടെ യാത്ര ചെയ്തു. ഏകദേശം 50 വർഷം വരെ ജീവിച്ചിരുന്നുവെങ്കിലും അനേക ഗാനങ്ങൾ അദ്ദേഹം എഴുതി. ഇന്നും ക്രൈസ്തവ സമൂഹത്തിന് വളരെ ആശ്വാസമാകുന്ന, ബലം നൽകുന്ന ഗാനങ്ങൾ അദ്ദേഹം രചിക്കുവാനായിട്ടിടയായി. ഭാര്യയും 3 പെൺമക്കളും ഒരു മകനും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ഒരു മകൾ ചെറുപ്പകാലഘട്ടത്തിലെ കർത്താവിന്റെ സന്നിധിയിൽ ചേരുവാനിടയായി. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നന്നായിട്ട് പാടുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ഭവനം പിന്നീടുള്ള കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെട്ടിരുന്നു. യുവാക്കന്മാരുടെ, യുവജനങ്ങളുടെ ഒരു ട്രെയിനിങ് കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭവനം. അദ്ദേഹത്തിന്റെ ഇളയ മകൾ നിമ്മി സുവിശേഷകനായ ഭർത്താവിനോടൊപ്പം ഇന്ന് ബോംബെയിൽ താമസിക്കും. ഇന്ന് റോയ് ചാൻ നമ്മോട് കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു കൊച്ചുമകനാണ്. ഇതൊക്കെയാണ് സംഗ്രഹമായ അദ്ദേഹത്തിന്റെ ലൈഫ്. പറയാനാണെങ്കിൽ ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടി വരും. വളരെ ചുരുക്കമായിട്ട് ഞാൻ ഓർപ്പിച്ചു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച, വളരെ പ്രവർത്തിച്ച, വളരെ കഷ്ടത അനുഭവിച്ച, ഉപദ്രവങ്ങൾ അനുഭവിച്ച, കർത്താവിന് വേണ്ടി വളരെ ഗാനങ്ങൾ എഴുതി വളരെ പാടിയ ഒരു ദൈവദാസനാണ് കർത്താവിന്റെ ദാസൻ E.I. ജേക്കബ്. ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എത്രമാത്രം ആത്മീയമായ സന്തോഷവും അനുഭവവും അദ്ദേഹം അനുഭവിച്ചിരുന്നു. ഒരു ഗാനം ഇങ്ങനെ പറയുന്നു, നാഥ നിൻ നാമം എത്രയോ ശ്രേഷ്ഠം. എത്ര മഹത്വമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനം. ആ ഗാനത്തിലൂടെ നമുക്ക് ആദ്യത്തെ ശുശ്രൂഷയായിട്ട് ആ ഗാനം കേട്ട് കടന്നു വരാം. പ്രിയ ബ്രദർ ജെയിംസ് കൊടുന്തറ അവർ ആ ഗാനം ആലപിക്കുന്നു. നമുക്ക് ആ ഗാനം കേട്ട് മടങ്ങി വരാം.
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവറിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന ഈ പ്ലാറ്റ്ഫോമിൽ എളിയവനായി എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം ചില ഗാനങ്ങളുമായിട്ടായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമേ പ്രിയ സന്തോഷിന് ഒരു നന്ദിയുടെ വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെയും നിത്യതയിൽ വിശ്രമിക്കുന്ന E.I. ജേക്കബ് സാറിൻ്റെ ഒരു ഗാന ആവിഷ്കാരം ആരും അങ്ങനെ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എനിക്കത് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പ്രിയ സന്തോഷിന് ഇപ്രകാരം ഒരു പ്രോഗ്രാം ചെയ്യുവാനായിട്ട് കർത്താവ് നൽകി കൊടുത്ത ആ വലിയ വിചാരത്തിന്, ആ കരുതലിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ സഹോദരനുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ റോയിച്ചായനെ കുറിച്ച് ഒരു വാക്കൂടെ പറയട്ടെ. 1988 ഞാൻ ജോലിക്കായിട്ട് ദുബായിൽ ആദ്യമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ദേറ അസംബ്ലിയിൽ പരിചയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനാണ് പ്രിയ റോയിച്ചായനും ഭാര്യ ലീലു ആൻറ്റിയും. ഞങ്ങൾക്ക് വളരെ നാളുകൾ ഒരുമിച്ച് ദേറ അസംബ്ലിയിൽ കർത്താവിനെ ആരാധിപ്പാൻ, പല ശുശ്രൂഷകളിൽ ദൈവത്തെ ഒന്നിച്ച് ശുശ്രൂഷകൾ ചെയ്ത് ദൈവത്തെ സ്തുതിപ്പാൻ, അതിലുപരിയായി കുടുംബങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ആ പ്രിയ റോയിച്ചാനും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, കാൽവറിനാഥം മ്യൂസിക് മിനിസ്ട്രിയെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അവരോടും ഉള്ള സ്നേഹത്തെയും നന്ദിയെയും ഞങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി നാഥ നിൻ നാമം എത്രയോ ശ്രേഷ്ഠം മഹോന്നതം എന്നുള്ള ഗാനം. നാമമെത്രയോ ശ്രേഷ്ഠം മഹോന്നതം, സൗരഭ്യം തൂകും തൈലം പോൽ രമ്യം മനോഹരം. താവകനാമം പാപിക്കൂ നൽകുന്നു സാന്ത്വനം, സ്വൈരനിവാസം കണ്ടതിൽ മേവുന്നു നിൻ ജനം. താരിലോർക്കയൻ ഉള്ളതു കൗതുകം, ധന്യമെൻ കൺകൾ കാണുകിൽ നിൻ തൃമുഖാംബുജം. ദുഃഖിതരിൻ പ്രത്യാശ നീ, പാപികൾക്കാശ്രയം. സാധുക്കളിൻ സന്തോഷവും നീ താൻ നിസ്സംശയം. സാന്നിധ്യം തുലോ ആശ്വാസഹേതുകം, ദൃശ്യ സംസർഗം വിശ്രമം മാമകവാഞ്ചിതം. വിസ്മയം നീ
സാധുവേ സ്നേഹിച്ചതീ ദൃശ്യം സ്നേഹിക്കുമായുരന്തം ഞാൻ നിന്നെ അന്യാദൃശ്യം. താങ്ക് യു ജംഷ. വളരെ ഹൃദ്യമായ ഒരു ഗാനം. പ്രസംഗങ്ങളിൽ എതിർപ്പുകളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. പലരും എതിർക്കും. ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചൊരു മറുപടി പറയുന്ന സ്വഭാവം ഉണ്ടാകും. കർത്താവിൻ്റെ ദാസൻ അവിടെ മിണ്ടാതെ നിൽക്കും, നിശബ്ദമായി നിൽക്കും. മനസ്സിൽ പ്രാർത്ഥിച്ചു പറയും, ദൈവമേ അങ്ങയുടെ വചനമാണ്, അങ്ങ് പ്രവർത്തിക്കണം. ആ ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഗാനത്തിൽ ഇങ്ങനെ എഴുതി: കാർമുകിൽ ഭീകരമായി വരുന്നേരം കാൺമതോ നിയമത്തിൻ വില്ലാണ്, ആയതിൽ തീരുമൻ ഭാരം. അനേക കാർമുകിലൊക്കെ ജീവിതത്തിന് മേൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ മഴ വരുന്നു. കാർമുകിൽ കയറി വരുമ്പോൾ ഒരു വലിയ മഴ, ഇടിയും മഴയും വരുന്നു. പക്ഷെ അതൊക്കെ കാണുമ്പോൾ, പ്രതിസന്ധികൾ മുമ്പിലേക്ക് വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഒരു നിയമത്തിന്റെ വില്ല് ഞാൻ കാണുന്നുണ്ട്. അതെനിക്ക് ചെയ്യാതിരിക്കാനായിട്ട് തരമില്ല. ചെയ്തേ മതിയാകുകയുള്ളൂ, ഞാനത് ചെയ്യും. സംഗതിയില്ല ഇളകിയിടുവാൻ സ്നേഹച്ചങ്ങലയാൽ തിരുമാർവോട് എന്നെ ഇണച്ചതു മൂലം. ആ കെട്ടപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് കർത്താവിനെ വിട്ടുകളയാതെ കർത്താവിന് വേണ്ടി പ്രസംഗിക്കുവാൻ, പാടുവാനിടയായത്. വളരെ സുപരിചിതമായ ഒരു ഗാനം, മഹിമയ്യഴും പരമേശ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. പ്രിയ മകൾ അക്സാറ്റി സന്തോഷ ആ ഗാനം ആലപിക്കും, മഹിമയ്യഴും പരമേശ എന്ന ഗാനം. മഹിമയിഴും പരമേശ പായി
താങ്ക് യു എക്സാമോൾ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. മറ്റൊരു ഗാനം അദ്ദേഹം രചിച്ചത് എത്ര നല്ല മിത്രം യേശു ഖേദഭാരം വഹിപ്പാൻ. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ളതിൻ്റെ ഒരു മലയാള ഗാനമാണ്. ആ ഗാനം നാം വായിച്ചു നോക്കുമ്പോൾ അതിൽ അദ്ദേഹം കൂടുതലും പറയുന്നത് യേശുവോട് പറക, യേശുവോട് പറക, യേശുവോട് പറക. ഭാരം മൂലം ഞെരുങ്ങുന്നോ, ക്ഷീണം വർദ്ധിക്കുന്നുവോ, യേശുവല്ലയോ സങ്കേതം, തന്മേൽ സർവം വെച്ചിടാം, സ്നേഹിതന്മാർ പരിഹസിക്കുന്നോ, യേശുവോട് പറക. തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ പാലിച്ച് ആശ്വസിപ്പിക്കും. തൻ്റെ ജീവിത സാക്ഷ്യമാണ് യേശുവിനോട് പറക, യേശുവിനോട് പറയുക. എല്ലാം കർത്താവ് യേശുവിൽ സമർപ്പിച്ച് യേശുവിനോട് പറഞ്ഞ് ബലം പ്രാപിക്കുന്ന ഒരു സ്വഭാവം. അതുതന്നെ ആകട്ടെ നമ്മുടെ സ്വഭാവം. നമുക്ക് ആ ഗാനം കേട്ട് മടങ്ങി വരാം. ജെയിംസ് ഷാൻ ആ ഗാനം ആലപിക്കുന്നു. ഇപ്പോൾ ഗാനം ആലപിച്ച പ്രിയ മകൾ ആരാണെന്ന് അറിയുവാൻ പ്രേക്ഷകരിൽ പലർക്കും ആഗ്രഹമുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന പ്രിയ സന്തോഷിൻ്റെ മകളാണ് അക്സ സന്തോഷ്. ഈ അടുത്ത കാലയളവിൽ അനേക സൂം മീറ്റിങ്ങുകളിൽ, കൺവെൻഷനുകളിൽ, പല ആൽബങ്ങളിൽ പാടുവാനായിട്ട് പ്രിയമകളെ കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായികയായിട്ട് വളർന്നു വരുവാൻ തുടർന്നും നമുക്കേവർക്കും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ അക്സാമോളെ നമുക്ക് ഓർക്കാം. നല്ല മിത്രം യേശു, ഖേദഭാരം വഹിപ്പാൻ. എത്ര സ്വാതന്ത്ര്യം നമുക്കു, സർവം ബോധിപ്പിക്കുവാൻ. നഷ്ടമാക്കി സമാധാനം, ഭാരം ചുമന്നെത്ര നാൾ. യേശുവോടു പറയായിക, മൂലമത്രേ സർവവും. ശോധനകൾ നമുക്കുണ്ടോ, ക്ലേശമേതിലെങ്കിലും ലേശവും നിരാശ വേണ്ട, യേശുവോടു പറയാ. കഷ്ടതയിൽ പങ്കുകൊള്ളും ശ്രേഷ്ഠമിത്രം യേശുവാ. നമ്മെ മുറ്റുമറിയും തന്നെ അറിയിക്കണ. മൂലം ഞെരുങ്ങുന്നോ, ക്ഷീണം വർദ്ധിക്കുന്നുവോ,
നല്ലയോ സങ്കേതം, തന്മേൽ സർവം വച്ചിടാ. സ്നേഹിതന്മാർ ഹസിക്കുന്നോ യേശുവോടു പറക. തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ പാലിച്ചാശ്വസിപ്പിക്കും. താങ്ക് യു ജെയിംസ്. വളരെ അനുഗ്രഹീതമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം കൂടെ കേൾക്കുവാനിടയായി. ഇതിനിടയിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷൊക്കെ ഒന്ന് പഠിക്കുവാൻ വളരെ താല്പര്യപ്പെട്ടിരുന്നു. ഇവിടെ വന്ന വിദേശ മിഷണറിമാരെ മലയാളം പഠിപ്പിക്കുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരിൽ നിന്ന് സ്വായത്തമാക്കിയ അല്പമായ ഇംഗ്ലീഷും കാര്യങ്ങളുമായിട്ട് ചില ഇംഗ്ലീഷ് ഗാനത്തിൻ്റെയൊക്കെ മലയാളം അദ്ദേഹം രചിക്കുവാനിടയായി. പ്രശസ്തമായൊരു ഗാനമുണ്ട്, ഫിയർ നോട്ട് ഐ ആം വിത്ത് യു എന്ന് പറയുന്നൊരു ഗാനം. എലീസ എഡ്മണ്ട് ഹേവിറ്റ് എഴുതിയ വളരെ അനുഗ്രഹീതമായൊരു ഗാനം. അദ്ദേഹം അതിൻ്റെ ഒരു മലയാള വിവർത്തനം രചിച്ചു. ഭീരുവായിട ഞാൻ സാധുവെങ്കിലും ക്ഷീണിക്കാ വിഷാദം മൂലവും ലേശവും എന്ന് പറയുന്ന ഒരു ഗാനം. ഈ ഗാനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ശരിയായൊരു മെഡിറ്റേഷനാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവസന്നിധിയിൽ ഇരുന്ന് വളരെ പ്രാർത്ഥിച്ച് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ സ്വരം അല്ലെങ്കിൽ ആ ആശയം ഒരു ധ്യാന ചിന്ത എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൻ കൃപകളാൽ എൻ നാഥൻ ഇതുവരെയും പുലർത്തി ആശ്ചര്യമായി. ആ വിശ്വാസമാണ്, ആ ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നാളെ ഇതുവരെ തന്നെ പുകഴ്ത്തിയ ദൈവത്തിൻ്റെ സ്നേഹം. നമുക്ക് ആ ഗാനം കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ ജെയിംസ് ആ ഗാനം ആലപിക്കുന്നു. ഭീരുവായിടാ ഞാൻ സാധുവെങ്കിലും ക്ഷീണിക്കാവിഷാദം മൂലം ലേശവും ക്രിസ്തനൻ സഹായം നിത്യമെൻ ബലം നിസ്തുല പ്രവാഹം തൻ പ്രേമവും കൃപയും വൻ കൃപകളാൽ എന്നാഥൻ ഇതുവരെയും പുലർത്തിയാശ്ചര്യമാ. വൻ കൃപകളാൽ എന്നാഥൻ ഇതുവരെയും പുലർത്തിയാശ്ചര്യമാ. പക്ഷികൾക്കു ഭക്ഷ്യം നൽകിടുന്നവൻ സസ്യങ്ങൾക്കതുല്യ ശോഭയേകുന്നു. സർവം ചന്തമായി നിയന്ത്രിക്കുന്നവൻ തന്നെ എൻ്റെ നാഥൻ സത്യേക സംരക്ഷകൻ. വൻ കൃപകളാൽ
എന്നാഥൻ ഇതുവരെയും പുലർത്തിയാശ്ചര്യമാ വൻ കൃപകളാൽ എന്നാഥൻ ഇതുവരെയും പുലർത്തിയാശ്ചര്യമായി. കിരീതുവാസം രമ്യമാക്കുവാൻ നൽകും നിഷ്പ്രയാസം സർവം ഭംഗിയാ ഏലിയാവിൻ ദൈവം നിത്യശക്തനായി വാഴും നിന്നുമേവം കാരുണ്യ സമ്പൂർണനായി വൻ കൃപകളാൽ എന്നാഥൻ ഇതുവരെയും പുലർത്തിയാശ്ചര്യമായി വൻ കൃപകളാൽ എന്നാഥൻ ഇതുവരെയും പുലർത്തിയാശ്ചര്യമായി. താങ്ക് യു ജെയിംഷ. വളരെ ദൈവകൃപ അനുഭവിച്ച ഒരു ദൈവദാസനാണ് ആ വരികൾ എഴുതി നമുക്ക് തന്നത്. ദൈവകൃപയുള്ള ഏത് ദൈവ പൈതലും ആ പാട്ട് പാടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ദാസൻ എഴുതിയ അനേക ഗാനങ്ങളുണ്ട്. എന്നാൽ അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു നമ്മളെപ്പോഴും പാടി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവകരുണയൻ ധനമന മഹാത്മ്യം നാവാൽ വർണ്ണിമോ എന്ന ഗാനം. ഒരു 4 സ്റ്റാൻസ. ആ 4 സ്റ്റാൻസയിൽ യഥാർത്ഥമായ സുവിശേഷം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ആ ക്രൂശീകരണം എന്തിനു വേണ്ടി എങ്ങനെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട്. ആ ഗാനം വളരെ ചിരപ്രതിഷ്ഠയായ ഒരു ഗാനമാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ഗാനം കൂടെ കേട്ട് മടങ്ങി വരാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയും താൻ നമുക്ക് വേണ്ടി ചെയ്ത ആ വീണ്ടെടുപ്പിൻ്റെ വലിയ പ്രവൃത്തിയെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതമായൊരു ഗാനം. ആ ഗാനം കേട്ട് മടങ്ങി വരാം. പ്രിയ അക്സാമോൾ ആ ഗാനം ആലപിക്കും. പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ? ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ച
ചുമന്നവൻ ഗിരിമുകളേറി തിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി തിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിരുപ്പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരുപ്പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയിൻ ഘനമാം ആദ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ഘനമാം ആദ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ഘനമാം ആദ്യം. താങ്ക് യു ഹെക്സാമോൾ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. എസ് അൽഫോൺസോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു ഇറ്റാലിയൻ ഗാനമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ഏതാണ്ട് 1800 18-ാം നൂറ്റാണ്ടിൽ തന്നെ എഡ്വാർഡ് കാസ്വെൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അത് ഇംഗ്ലീഷിലേക്ക് ആ ഗാനം വിവർത്തനം ചെയ്യാനായിട്ട് ഇടയായി. ഗ്ലോറി ബി ടു ജീസസ് നെയിം എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു ഇംഗ്ലീഷ് ഗാൻ കർത്താവിൻ്റെ ദാസൻ ഇ ജേക്കബ് അവറുകൾ അത് മലയാളത്തിലേക്കൊന്ന് വിവർത്തനം ചെയ്ത് നമുക്ക് തന്നു. പലപ്പോഴും നാം പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനം, പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നുടെ ബലമഴിപ്പാൻ. ഈ ഗാനത്തിൻ്റെ വരവ് എവിടെ നിന്നാണെന്ന് ഞാൻ ഈ ദിവസങ്ങളിലാണ് മനസ്സിലാക്കാൻ ഇടയായത്. എന്നാൽ ഈ ഗാനങ്ങളെക്കുറിച്ചൊക്കെ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഗാനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വന്ന എഴുത്തുകാരായ ആളുകളും സായിപ്പന്മാരായ ദൈവദാസന്മാരൊക്കെ പാടുമ്പോൾ കർത്താവിൻ്റെ ദാസനെ പോലെ അനേകർ അത് കേൾക്കുകയും അത് പഠിക്കുകയും അവരോട് ചേർന്ന് പാടുകയും അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ആ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഈ ഇംഗ്ലീഷുകാരായ കർത്താവിൻ്റെ ദാസന്മാരും ഈ മലയാളം പഠിച്ച് ഇവിടെയുള്ള ദൈവദാസന്മാരോട് ചേർന്ന് പാടുകയും അങ്ങനെ ഇംഗ്ലീഷും മലയാളവും ഇടകലർന്ന ഒരു ഗാന ശുശ്രൂഷയുടെ ഒരു മേഖല അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചില ഇംഗ്ലീഷ് ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസൻ വിവർത്തനം ചെയ്യുവാൻ ശ്രദ്ധാലുവായത്. ആ ഗാനം നമുക്ക് കേട്ട് മടങ്ങി വരാം. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ എന്ന് തുടങ്ങുന്ന ഗാനം ബ്രദർ ജെയിംസ് ഷാൻ അത് ആലപിക്കും. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നുടെ ബലമഴിപ്പാൻ രക്ഷകനീക്ഷിതിയിൽ വന്ന യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കാർ യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കാർ യേശുവിനു മഹത്വം.
ആശയറ്റൻ സ്ഥിതി താനറിഞ്ഞു. ഈശകോപാഗ്നിയിൽ വീണെരിഞ്ഞു. വിശുദ്ധ നീളം വിയർപ്പായി തിരിഞ്ഞു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി. യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി. യേശുവിനു മഹത്വം. കുരിശിൽ കൈകാലുകളെ താൻ വിരിച്ചു. ക്രൂരന്മാരാണി കൊണ്ടതിൽ തറച്ചു. കൊടിയ വേദന എനിക്കായി സഹിച്ചു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി. യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി. യേശുവിനു മഹത്വം. ജീവനെ യേശുവിനർപ്പിച്ചേ. സർവവും അവനായി ഏൽപ്പിച്ചേ. പാവന ജീവിതം ആകണമെൻ. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി. യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി. യേശുവിനു മഹത്വം. താങ്ക് യു ജെയിംസ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഗാനമാണ് എൻ്റെ ദൈവം മഹത്വത്തിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. ഇംഗ്ലീഷ് ഗാനങ്ങളുടെ ഒരു വിവർത്തനം മാത്രമല്ല, മലയാളം ഗാനങ്ങളുടെ ട്യൂണിലും മറ്റ് ഗാനങ്ങൾ അദ്ദേഹം രചിക്കാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ അയച്ചു തന്ന ഫ്ലെയറിൽ, ആ നോട്ടീസിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോട് ചേർന്ന് ഒരു പഴയ വയലിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഒരു ഉപകരണമായിരുന്നു. എപ്പോഴും അത് വെച്ചാണ് സഭകളിലും സമൂഹത്തിലും ഭവനത്തിലുമൊക്കെ അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കുന്നത്. ഇന്ന് അദ്ദേഹം നമ്മോടുകൂടെ ഇല്ല എങ്കിലും ആ ഓർമ്മകളോടുകൂടെ വയലിൻ നമ്മോടുകൂടെ ഉണ്ട്. തീർച്ചയായിട്ടും
അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെല്ലാം തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഗാനങ്ങളിലൂടെ, അതിൻ്റെ വരികളിലൂടെയാണ്. കർത്താവിന് വേണ്ടി പാടുവാനും കർത്താവിന് വേണ്ടി എന്തും എങ്ങനെയും ആകാനുള്ളൊരു സമർപ്പണം. ഭക്തരിൽ വാത്സല്യമുള്ള ദൈവമേ നിൻ പ്രിയനാമി, മർത്യനിൽ കനിഞ്ഞ് ശക്തി നൽകണം. എൻ്റെ ദൈവം മഹത്വത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ഗാനത്തിൻ്റെ ട്യൂണിൽ അദ്ദേഹം എഴുതിയ അനുഗ്രഹീതമായൊരു ഗാനം. ഈ ഗാനമൊക്കെ പലപ്പോഴും നമ്മൾ പാടാറില്ല, പാടി കേട്ടിട്ടില്ല. എന്നാൽ ഈ പാഠ്യപുസ്തകത്തിൽ ഇന്ന ട്യൂണ് എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ട്യൂണിൽ ഈ ഗാനങ്ങൾ പാടുമ്പോൾ ഒരു പാട്ട് പാടിപ്പോകുന്നു എന്നുള്ള നിലയിലല്ല, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി ആ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കും ഇടയാകട്ടെ. ആ ഗാനം കേട്ട് നമുക്ക് അടുത്ത പരിപാടിക്കാണ്ട് മടങ്ങി വരാം. ആത്മീയഗീതത്തിലെ 509 ഗാനം. ഭക്തരിൽ വാത്സല്യമുള്ള ദൈവമേ നിൻ പ്രിയനാമി, ഭക്തരിൽ വാത്സല്യമുള്ള ദൈവമേ നിൻ പ്രിയനാമി, മർത്യനിൽ കനിഞ്ഞു ശക്തി നൽകണം. ലോകശക്തിയെ ജയിച്ചു ജീവിച്ചിടുവാൻ, ലോകശക്തിയെ ജയിച്ചു ജീവിച്ചിടുവാൻ. അന്ധകാര പ്രഭു തൻ്റെ തന്ത്രമോരോരോ വിധത്തിൽ, അന്ധകാര പ്രഭു തൻ്റെ തന്ത്രമോരോരോ വിധത്തിൽ, ചന്തമോടയച്ചിടുന്നു സന്തതം. എൻ്റെ ബന്ധുവെ ചിന്തിക്കണം ഞാൻ നിൻഹിതം, എൻ്റെ ബന്ധുവെ ചിന്തിക്കണം ഞാൻ നിൻഹിതം. ആരുമെൻ ജീവിത പാത തുച്ഛമാക്കിടാത്തവണ്ണം, ആരുമെൻ ജീവിത പാത തുച്ഛമാക്കിടാത്തവണ്ണം, കാര്യമായ നില നിന്നിൽ കാക്കണം. എന്നിൽ സാരമാം സൽഗുണങ്ങൾ വിളങ്ങണം, എന്നിൽ സാരമാം സൽഗുണങ്ങൾ വിളങ്ങണം. ക്രിസ്തുവിൻ പ്രത്യക്ഷത നാളെത്രയും വേഗത്തിലെന്ന
ക്രിസ്തുവിൻ പ്രത്യക്ഷത നാൾ എത്രയും വേഗത്തിലെന്ന് ഓർത്തു ഞാൻ നിത്യവും കാത്തിരിക്കണം. നല്ല ശ്രദ്ധയോടെൻ ജീവിതം നയിക്കണം. നല്ല ശ്രദ്ധയോടെൻ ജീവിതം നയിക്കണം. താങ്ക് യു ജെയിംസ് ഷാ. അടുത്ത ഗാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 57-ാം വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ാം വാക്യം. അവിടെ കർത്താവിൻ്റെ ദാസനായ യിരെമ്യാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവിൽ മാതാപിതാക്കളുടെ ഒരു കംപ്ലൈന്റ്, മക്കളെ എത്ര വിളിച്ചാലും അവർ വരികയില്ല, അല്ലെങ്കിൽ വിളി കേട്ട് വരികയില്ല, അല്ലെങ്കിൽ വിളി കേൾക്കില്ല. ഭർത്താക്കന്മാർ ദൂരെയാണ്, ഭാര്യമാർ ദൂരെയാണ്. അവരുടെ കംപ്ലൈന്റ്, മൊബൈലിൽ എത്ര വിളിച്ചാലും അറ്റൻഡ് ചെയ്യില്ല. അടിയന്തരമായ ഒരു കാര്യം പറയണം, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആകുലപ്പെട്ട് നിൽക്കുന്നൊരു അനുഭവം. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആകുലത. വിളിച്ചിട്ടെടുക്കുന്നില്ല, തിരിച്ചു വിളിക്കുന്നില്ല. ഇതൊക്കെ സർവ്വസാധാരണമായ ഒരു സെന്റൻസാണ്. ഞാൻ അത് തന്നെയാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ, ദ എക്സാക്ട് ടൈം, ദ എക്സാക്ട് മൊമെന്റ്, ആ കർത്താവ് ഓടി വന്നിട്ട് ഭയപ്പെടേണ്ട, നമ്മളോട് പറയാണ്, പേടിക്കണ്ട, ഞാൻ നിന്റെ അടുക്കലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അനേകം ദൈവദാസന്മാരുടെ, അനേകം ദൈവമക്കളുടെ ജീവിതത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്, അവർ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം നമ്മുടെ ദൈവം അവരുടെ അടുക്കൽ ഓടിയെത്തി. കർത്താവിന്റെ ദാസന്മാർക്ക് ഇന്ന് സംസാരിക്കാനായിട്ട് കഴിവില്ല. അവരൊക്കെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഒരു കാലഘട്ടത്തിൽ നാമും അവിടെ ചെന്ന് അവരുടെ ആത്മാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞാൻ എപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ ഓടിയെത്തിയിട്ടുണ്ട്. ഈ ലോകത്തിലെ മക്കൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, മാതാപിതാക്കൾ, സ്നേഹിതർ, ചാർച്ചക്കാർ ഓടിയെത്തിയില്ലെങ്കിലും, അല്ലെങ്കിൽ വേണ്ടതുപോലെ തക്ക സമയത്ത് എത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും, നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ഞാനും നിങ്ങളും വിളിക്കുന്ന അതേ നിമിഷം നമ്മുടെ അടുക്കൽ ഓടിയെത്തുവാൻ അവന് സന്നദ്ധനാണ്. സ്നേഹിത, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, ദുഃഖമെന്ന് പറയട്ടെ, ഇന്നത്തെ ലോകം അല്പം ആശ്വാസത്തിന് വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ ദൈവ മക്കളുടെ സമൂഹത്തിൽ പോലും ജഡീകമായ, പ്രാകൃതമായ മാർഗങ്ങളിലേക്ക് പോകുകയാണ്. ഞങ്ങൾക്കൊരു സഹായം, ഞങ്ങൾക്കൊരു ആശ്വാസം, ഞങ്ങൾക്കൊരു സ്നേഹം, ഞങ്ങൾക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു പോകുമ്പോൾ, ദൈവകൃപയുള്ള ദൈവദാസൻ, ഒരു ദൈവകൃപയുള്ള ദൈവ പൈതൽ, അവൻ കർത്താവിനെ മുറുകെ പിടിക്കും. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. നാം ഒരു ഗാനത്തിൽ കേട്ടല്ലോ, യേശുവിനോട് പറക, യേശുവിനോട് പറക. കാരണം അവൻ മാത്രമേയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഓടിയെത്തി നമ്മെ സഹായിക്കുവാൻ. യുദ്ധത്തിനായിട്ട് പോയതല്ല എങ്കിലും ദാവീദ് ആ പടക്കളത്തിൽ ചെന്നപ്പോൾ ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവത്തെ പരിഹസിക്കുന്ന ഒരു ശത്രുവിനെ അവിടെ കണ്ടു. ഇസ്രായേലിന്റെ സകല സൈന്യവും, ശക്തിമാന്മാരായ സൈന്യവും ആ ഭീഷണിക്ക് മുമ്പിൽ ഓടി പിന്മാറുമ്പോൾ ദാവീദ് എന്ന കൊച്ചു ബാലൻ അവൻ മുമ്പോട്ട് നടക്കുക. പേടിക്കാതെ, ഭയപ്പെടാതെ, ഒരു കവിണയും ഒരു ചെറിയ കല്ലും കയ്യിലെടുത്ത് സങ്കീർത്തനത്തിന്റെ ആ വായിലൂടെ ആ സങ്കീർത്തന വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവൻ മുമ്പിലേക്ക് ഓടി. ഇസ്രായേൽ ചോദിച്ചു, ദാവീദേ, ഈ നിൽക്കുന്ന ഈ മല്ലനെ നീ കണ്ടുവോ? നാം ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നീ മല്ലനെ കണ്ടുവോ? ദാവീദ് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് അവനെ കാണേണ്ട ആവശ്യമില്ല, ഞാൻ കാണേണ്ടവനെ അവന് മുമ്പ് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്.
മല്ലന് മുമ്പ് എൻ്റെ അടുത്ത് ഞാൻ കാണേണ്ടവനെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മല്ലനൊരു വിഷയമല്ല, എനിക്കൊരു ഗോലിയാത്തൊരു വിഷയമല്ല. കർത്താവിനാൽ അത്ഭുതം പ്രവർത്തിപ്പാൻ എനിക്ക് കഴിയും. എനിക്ക് വേണ്ടി ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ആ ദൈവം ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവേ എന്ന് വിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുക്കൽ ഓടിയെത്തുന്ന ഒരു നല്ല സ്നേഹവാനായ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ നിങ്ങളുടെ അടുക്കൽ ഓടിയെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മോട് പറയും, നീ ഭയപ്പെട്ടു പോകരുത്, നീ പേടിച്ചു പോകരുത്, ഞാൻ നിന്റെ അടുക്കലുണ്ട്. പറഞ്ഞാട്ടെ, നിനക്ക് എന്താണ് ആവശ്യം? ഒരു കുരുടനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. ഓക്കെ, നിനക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്, നമ്മുടെ അടുക്കലുണ്ട്. നമ്മുടെ ആവശ്യങ്ങള്, ഭാരങ്ങള്, വേദനകള്, ബുദ്ധിമുട്ടുകള്, രോഗങ്ങള് അവന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്കാൻ മനസ്സുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ അവന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്കാൻ മനസ്സുണ്ടോ? നമ്മെ അലട്ടുന്ന വേദനകൾ അവന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്കാൻ മനസ്സുണ്ടോ? നമ്മുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെ അവന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്കാൻ മനസ്സുണ്ടെങ്കിൽ, സ്നേഹിത, ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ ഓടിയെത്തുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആ അനുഭവമായിരുന്നു കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കമായിട്ടാണ് ഞാൻ ആ അനുഭവങ്ങൾ പറഞ്ഞതെങ്കിലും, അനുഭവത്തിലൂടെ ചാലിച്ചിറങ്ങിയ ഒരു സ്വരം അല്ലെങ്കിൽ ഒരു നിറമെന്ന് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വളരെ ചിരപ്രതിഷ്ഠയായ ഒരു ഗാനം, ലോകമെങ്ങും വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്, നിയറർ മൈ ഗോഡ് ടു ദീ എന്ന് പറയുന്ന ഒരു ഗാനം. മലയാളത്തിൽ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് ഞാൻ വഹിക്കെന്നാലുമേ, എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. വളരെ പ്രശസ്തമായ, ലോക പ്രശസ്തമായ ഒരു ഗാനം. അത് കർത്താവിന്റെ ദാസന്റെ തൂലികത്തുമ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. ആ ഗാനം പാടിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആ ആത്മാവിന്റെ ശക്തി അവിടുന്ന് ഉണരും. അത് കേട്ട് അല്പം വിതുമ്പലോടെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയുകയില്ല. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഒരേണി പോലെ പ്രകാശമാ. ദൂതർ വിളിക്കുന്നു, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ അവസാനിച്ച് ഒരു ഏണി പോലെ ദൈവസ്നേഹത്തിന്റെ ആ ഏണിയിലൂടെ പ്രവേശിച്ച് ആ സ്വർഗത്തിന്റെ തീരത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹവും ആഗ്രഹിക്കുന്നത് ഇന്നുള്ള ഞാനും നിങ്ങളും ഓരോ ദൈവമക്കളും അതേ പൊസിഷനിൽ എത്തിച്ചേരണം. നമുക്ക് ആ ഗാനം അറിയാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ജെയിംസാൻ ആ ഗാനം ആലപിക്കുമ്പോൾ ആത്മാവിൽ, ഹൃദയത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ അടുക്കൽ അവൻ ഓടിയെത്തി. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്, സ്നേഹിത, നിങ്ങളുടെ അടുക്കൽ ഇന്ന് രാത്രി, നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ പ്രതിസന്ധിയുടെ അടുത്ത്, നിങ്ങളുടെ കട്ടലിന്റെ അടുത്ത്, നിങ്ങളുടെ കണ്ണുനീരിന്റെ അടുത്ത് ആ കർത്താവ് ഓടിയെത്തിയിട്ടുണ്ട്. അവൻ നിങ്ങളുടെ അടുക്കലുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നമുക്ക് ആ ഗാനം കേൾക്കാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ, എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ.
ദാസൻ യാക്കോബെ പോ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്യെത്തും ഏണി പോൽ പ്രകാശമാ ദൂതർ വിളിക്കുന്നു നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്തല വീണയെ ബേധേൽ ആക്കും എൻ തുമ്പത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. താങ്ക് യു. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന E.I. ജേക്കബ് സാറിൻ്റെ ചില 8 ഗാനങ്ങൾ മാത്രമാണ് ഇന്ന് കേൾക്കുവാനും ചിന്തിപ്പാനും ഇടയായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഇനി അദ്ദേഹം എഴുതിയ അനേക ഗാനങ്ങളും നമുക്ക് കേൾക്കുവാനുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു സന്ദർഭത്തിൽ ബാക്കി കാര്യങ്ങളും ഗാനങ്ങളും നമുക്ക് കേൾക്കാനിടയാകും. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സഹായങ്ങൾ ചെയ്തു തന്ന പ്രിയ റോയ് സൈമൺ അങ്കിൾ കൊച്ചി അവർകൾക്കും അതുപോലെ തന്നെ പ്രിയ ജെയിംസ് കൊടുന്തറച്ചാനും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ദൈവം നമ്മെ സഹായിക്കട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് കാര്യങ്ങൾ പറയുന്നതിനും മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാമുകുര്യച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശനിയാഴ്ചയും വൈകുന്നേരം നമുക്ക് ഈ സൂം മീറ്റിംഗിൽ കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി തന്നതെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കാലൂർനാഥൻ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദി അറിയിക്കുകയാണ്. അങ്ങനെയാണല്ലോ കാലൂർനാഥൻ മിനിസ്ട്രി ഒരുക്കിയ പാടി സ്തുതിക്കാമെന്ന ഈ പ്രോഗ്രാമിലേക്കാണ് നാം ഏവരും കടന്നു വന്നത്.
കടന്നു വന്ന നേരം മുതൽ പ്രിയ E.A. ജേക്കബ് അപ്പച്ചൻ എഴുതിയ മനോഹരമായ പാട്ടുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പച്ചൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ വളരെയധികം സന്തോഷിച്ചേനെ. വളരെ മനോഹരമായിട്ട് എല്ലാ പാട്ടുകളും പ്രിയ സഹോദരൻ ജെയിംസ് കൊടുന്തറ അവറുകൾ വളരെ മനോഹരമായിട്ട് പാടി എന്നുള്ളതാണ്. അതേ ഫീലോടുകൂടി താൻ എങ്ങനെ ആ പാട്ട് എഴുതിയോ അതിന്റെ ആശയം ഒന്നും മാറാത്ത രീതിയിൽ ആ ട്യൂണുകളെല്ലാം വളരെ ഭംഗിയായിട്ട് പാടിയെന്ന് ഞാൻ അത് കേട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം എപ്പോഴും നമ്മുടെ ആരാധന യോഗങ്ങളിലും അല്ലാതെയും ഇന്ന് നാം കേട്ട മനോഹരമായ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ പാടിയിട്ടുണ്ട്. എന്റെ ഓർമ്മയനുസരിച്ച് ജെയിംസ് ബ്രദർ പറഞ്ഞ പോലെ E.A. ജേക്കബ് അപ്പച്ചന്റെ ഈ പാട്ടിന്റെ പ്രോഗ്രാം നമ്മൾ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാത്രമല്ല അനേക പ്രിയപ്പെട്ടവർക്ക് ലോകത്തിന്റെ നാനാഭാവങ്ങളിൽ നിന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ഈ പാട്ടിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്, ആരാണ് എഴുതിയത് കേൾക്കുവാൻ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ധാരാളം പേർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെ ഒരു ഇടവരുത്തിയത്. ഗാനങ്ങൾ മനോഹരമായിട്ട് ആലപിച്ച് പ്രിയ സഹോദരൻ ജെയിംസ് കൊടുന്തറ അവരോടും മാത്രമല്ല 2 ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച പ്രിയ അക്ഷ സന്തോഷ് മോളോടും കാൽമുദാന മനുഷ്യരുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതിൽ കൂടുതലായിട്ട് ദൈവമക്കളായ നിങ്ങളുടെ സഹകരണം പ്രാർത്ഥനയുമാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രത്തോളം വിജയകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. മനോഹരമായ രീതിയിൽ അത് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്തൃദാസൻ സന്തോഷ് മാത്യു കൊട്ടാരക്കര അവരുടെ ദൈവം എടുത്തുപയോഗിച്ചു. ചെറിയൊരു മെസ്സേജും തന്നിൽ കൂടി നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം ഓർപ്പിക്കുകയാണ്. തുടർന്ന് മിനിസ്ട്രി ഓർത്ത് നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശനിയാഴ്ച വൈകുന്നേര സമയം ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവെ ഈ സൂം മീറ്റിംഗിൽ കൂടി കടന്നു വരുവാൻ, അന്യോന്യം പ്രിയപ്പെട്ടവരെ കാണുവാൻ, ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ തക്കണം ഇന്നും ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. E.A. ജേക്കബ് അപ്പച്ചനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും കർത്താവെ ഞങ്ങളുടെ ദാസന്റെ ആ പാട്ടുകൾ മൂലം ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഇടവരുത്തിയിട്ടുണ്ട്. അതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. ദൈവം ഇപ്പോഴും ഞങ്ങൾ ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് അങ്ങയുടെ സ്തോത്രം ചെയ്യുന്നു. അനേക ഗാനങ്ങൾ എഴുതി കർത്താവെ ദൈവജനത്തിന് കൊടുക്കുവാൻ തക്കണം ഞങ്ങളുടെ ദാസനെ അക്കാലങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. ഇന്ന് കർത്താവെ തലമുറയിൽ അനേക പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട്. എല്ലാ ദൈവമക്കളായി തീരുവാൻ തക്കണം കർത്താവ് കരുണ കാണിച്ചു. അങ്ങനെ പല സ്ഥലത്തായി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഇന്നും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. അനേക ബുദ്ധിമുട്ടിന്റെ ഇടയിലും അനേക പ്രിയപ്പെട്ടവർ കർത്താവെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന് ദൈവമേ ഞങ്ങളുടെ വചനം കേൾക്കുവാനും പാട്ടിന്റെ കാര്യങ്ങൾ കേൾക്കുവാനും പാട്ടുകൾ കേട്ട് സന്തോഷിപ്പാനും തക്കണം ഇന്നും ഞങ്ങൾക്ക് സാവകാശം തന്നത് ഓർത്ത് ദൈവത്തെ അങ്ങയുടെ സ്തോത്രം. ജെയിംസ് അവനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ദൈവമേ പാട്ടുകൾ പാടുവാൻ തക്കണം ഞങ്ങളുടെ ദാസനെ എടുത്ത് ഉപയോഗിച്ചു. ആവശ്യമായ ആരോഗ്യബലം കർത്താവ് ഇനി കൊടുക്കണം. വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പാടുവാൻ തക്കണം നമ്മുടെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അക്സമോൾക്ക് കർത്താവെ ഇന്നും മനോഹരമായിട്ട് ദൈവമേ പാട്ടുകൾ പാടുവാൻ തക്കണം ദൈവം ഇടവരുത്തിനായിട്ട് അങ്ങയുടെ സ്തോത്രം. സ്റ്റുഡിയോയിൽ കർത്താവെ ആയിരിക്കുന്ന ബെന്നി സഹോദരനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുവാൻ തക്കണം ഞങ്ങളുടെ ദാസനെ ഒരുക്കി. അതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹിതമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് വരുവാൻ തക്കണം കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും കർത്താവെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ തരുന്നു. ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കലും നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.